അങ്ങനെ നമ്മുടെ ഷിലോങ്ങിലെ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ഗസ്റ്റ് റൂമിൻ്റെ പുറത്തുള്ള വ്യൂ ആണിത്. ഇന്നലെ നൈറ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇതാണ് ഗസ്റ്റ് ഹൗസ്. അടിപൊളിയാണ്, നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ 8 മണിക്ക് പോകണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ദൗക്കിക്കാണ് പോണത്. ഈ വണ്ടിമേലാണ് നമ്മൾ പോവുക. 8 മണിക്ക് പോകണമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ സമയം 7:30. കറക്റ്റ് സമയത്ത് നമ്മൾ ഇറങ്ങും. നമ്മൾ ഇവിടെ ഒരു 4:30-5 മണി ആയപ്പോഴേക്കും നേരം വെളുത്തിരുന്നു കേട്ടോ. പിന്നെ തണുപ്പ് കാരണം നമുക്ക് ആർക്കും എണീക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ബൈ. ഇപ്പം ടൈം 7:45 ഞങ്ങൾ 8 മണിക്ക് മുമ്പേ തന്നെ ഇറങ്ങുകയാണ്. ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ്. ഹായ്. ദൗക്കിയിലോട്ടുള്ള ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 76 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മൾ ദൗക്കിയിലോട്ടുള്ള യാത്രയിലാണ്. ഏതോ ഒരു ഗ്രാമത്തിൻ്റെ ഉൾവഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജനമായ വഴിയിലൂടെയാണ് പോകുന്നത്. നല്ല റോഡാണ്. നമ്മൾ ഏതോ ഒരു റോഡിൽ കൂടിയാണ് പോണത്. ഇനി 2 മണിക്കൂറുണ്ട് ദൗക്കിയിലോട്ട്. നല്ല അടിപൊളി റോഡാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് പോകാൻ പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വില്ലേജസ് കാണാം. നല്ല തണുപ്പുണ്ട്. വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് എൻ്റെ കൈ മരവിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ ആയിരിക്കും 2 മണിക്കൂറും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുപോലത്തെ റോഡാണെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് എത്താം. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇവിടെ അടിപൊളിയാവും തോന്നുന്നു. കാരണം ഇപ്പോൾ ആകെ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. പക്ഷെ മഴക്കാലത്ത് നമുക്ക് യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടാകുമല്ലോ. ഞാനിനി എന്തെങ്കിലും നല്ല വ്യൂസ് കാണുകയാണെങ്കിൽ കാണിക്കാം. നമ്മൾ ഏതോ ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഇങ്ങനൊരു ബോർഡൊക്കെ. ഇവിടെ ഒരു ചെറിയൊരു ടീ സ്റ്റാൾ കണ്ടു. അവിടെ പോയി നോക്കാം എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന്. തണുത്തിട്ടാണെങ്കിൽ എന്തെങ്കിലും കഴിക്കാനും തോന്നുന്നുണ്ട്. എല്ലാവരും എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. നമുക്കും പോയി നോക്കാം. അവിടെ ആകെ റൈസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവന് റൈസ് വേണ്ട, പുട്ടും കടലയും വേണമെന്നാണ് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും കിട്ടുമോ എനിക്കറിയില്ല. നമുക്ക് നോക്കി നോക്കാം. ദൗക്കിയിലോട്ടുള്ള യാത്രയുടെ ഇടയിൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. പിന്നെ അതുകൊണ്ട് തന്നെ അവിടെ ആകെ കല്ലും സാധനങ്ങളൊക്കെ. പിന്നെ ഒരു 1 hour കൂടി ഉണ്ട്. ഇതൊരു വ്യൂ പോയിന്റ് ആണ് തോന്നുന്നു. ഇവിടെ എന്താണെന്ന് മനസ്സിലാവില്ല. അതെ, റെസ്റ്റോറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫുഡ് കഴിക്കാൻ കയറാം കേട്ടോ. ഒരു ധാബയാണ് തോന്നുന്നു. കൊള്ളാം. നല്ല ഒരു ധാബയാണ്. ധാബയാണെന്ന് പറയാൻ പറ്റൂല. പുറത്ത് വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ധാബയിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങൾ. ഒരു വെജ് മാഗി, ആലു പറാട്ട, പ്ലെയിൻ പറാട്ട, അത് വെട്ടിയതാണ്. പിന്നെ 2 കോഫി. ഇത് കാണിച്ചാൽ നമ്മുടെ ഫുഡ് ഇവിടെ എത്തും. ടോയ്ലറ്റിൽ പോയിട്ട് വന്നു. ടോയ്ലറ്റ് ഇല്ല അത്രേ. ഓക്കെ, അവിടെ പോയിരുന്നോളൂ. ഇനി നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. വെജ് മാഗി ആൻഡ് പ്ലെയിൻ പറാട്ട സബ്ജി.
ഇത് നമുക്ക് കഴിക്കാം. അടിപൊളി ഫുഡാണേ, എനിക്കിഷ്ടപ്പെട്ടു. നൂഡിൽസ് ആണെങ്കിലും സബ്ജി ആണെങ്കിലും പൊറാട്ട ആണെങ്കിലും കോഫി ആണെങ്കിലും. കോഫി നല്ല കോഫി. നൂഡിൽസ് ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ ഏതോ ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇനി വെറും 30 കിലോമീറ്റേഴ്സ് ഉള്ളൂ ദൗക്കിയിലോട്ട്. എന്താണ് ഈ വില്ലേജിൻ്റെ പേരെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത്യാവശ്യം ആൾക്കാർ ഉള്ള സ്ഥലമാണ്. കുറേ ടാക്സീസ് ഉണ്ട്. ഇവിടെയുള്ള കാറുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു, എല്ലാം നമ്മുടെ കൂടുതലും ഓൾട്ടോ അങ്ങനത്തെ കാർസാണ്. അതായത് മാരുതിയുടെ കാർസാണ്. പിന്നെ ഒരു മഞ്ഞ കളറൊക്കെ ടാക്സിയാണ്. എല്ലാം ടാക്സിയാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ, അവരുടെ ഡ്രസ്സിങ് കണ്ടോ, ഒരു പ്രത്യേക രീതിയിലാണ്. ആ ഡ്രസ്സൊന്നും എന്താ പറയാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ വില്ലേജിൽ നിന്ന് നമ്മൾ പോവുകയാണ്. നമ്മൾ എവിടെ നിർത്തുന്നില്ല. നമ്മൾ ഒരൊറ്റ സ്ട്രക്ചറിനാണ്ട് ദൗക്കിക്ക് പോവാണ്. കാരണം ലേറ്റായ ബുദ്ധിമുട്ടാണ്. നമുക്ക് അവിടെ പോയിട്ട് തിരിച്ചു വരേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങനെ വില്ലേജസ് ഉള്ളൂ. ഇവൻ കുറേ നേരമായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് വണ്ടി തരാൻ പറഞ്ഞിട്ട് തരുന്നില്ല. എനിക്ക് കുറച്ച് നേരം ഓടിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഓടിക്കും. ഇതുപോലുള്ള ചെറിയ ചെറിയ വഴി കൂടി ഓരോ സ്ഥലത്ത് പോകാം. അവിടെ എഴുതി വെച്ചിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. മുള്ളാൻ പോണം, അതിനാണ് നിർത്തിയിരിക്കുന്നത്. ആണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കുറേ ഗുണങ്ങളുണ്ട്. നമ്മൾ ഏത് റോട്ടിൽ വേണമെങ്കിലും ഇവർക്ക് കാര്യം സാധിക്കാം. ബാക്കിൽ ടാക്സീസ് ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങോട്ടും വരുന്നുണ്ട് വണ്ടികൾ. നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണെന്ന്. കണ്ട റോഡ് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോഡാകെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇനി ആകെ 20 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഇതുപോലത്തെ റോഡാണെങ്കിൽ നമ്മൾ എത്താൻ ലേറ്റ് ആവും. ഇതെന്തോ സംഭവം എനിക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ട് അവിടെ ഇതൊരു വില്ലേജാണെന്ന് തോന്നുന്നു. ആ ഭാഗത്ത് കുറേ വീടുകളുണ്ട്, ഈ ഭാഗത്തും ഉണ്ട്. അങ്ങനെ ഇനി നമുക്ക് 10 കിലോമീറ്റർ കൂടെ ഉള്ളൂ. കുറേ നേരമായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. 76 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ടാണ് ഇവൻ കവർ ചെയ്തത്. എന്നെ ഓടിക്കാൻ സമ്മതിച്ചില്ല. ഞാൻ ഓടിച്ചിരുന്നെങ്കിൽ ഇതിലും പെട്ടെന്ന് എത്തിയേനെ. റോഡിൻ്റെ കുഴപ്പമുണ്ട്, എന്നാലും കുറച്ചും കൂടി സ്പീഡിലൊക്കെ ഓടിക്കായിരുന്നു. കുഴപ്പമില്ല. നമ്മളെന്തായാലും 12 മണിയോട് കൂട്ടിയിട്ട് ദൗക്കിയിലെത്തും. ഞാൻ ദൗക്കിയിലെത്തിയിട്ട് നിങ്ങളെ കാണിക്കണം. അങ്ങനെ ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്, ദൗക്കിയിലെത്തിയിട്ടുണ്ട്. ഇവൻ പറയുന്ന തീരെ വെള്ളമില്ലാന്ന്. സാരില്ല, നമുക്ക് പോയി നോക്കാം. അവിടെ കുറേ ക്യാമ്പ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ദൗക്കി എത്തിയിരിക്കുന്നു. ബാക്കിലാണ് റിവർ. ഞാൻ കാണിച്ചു തരാം. നമ്മൾ കണ്ട പോലെ തന്നെ നല്ല ക്ലിയർ വാട്ടറാണ്. പക്ഷെ ആ ഭാഗത്തേക്കൊന്നും ഒട്ടും വെള്ളമില്ല കേട്ടോ. സീസൺ ശരിയായി പോയില്ല. ഓക്കെ, നമുക്ക് പോകാം. നമ്മളിങ്ങനെ നടന്നാണ് പോകുന്നത്. ബോട്ടിംഗ് പോയിന്റിലോട്ട് പോകും.
ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്. എന്നോട് ഇവിടെ ഫോൺ വെക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് നേരം കഴിഞ്ഞ് കാണാം. ഓക്കെ, നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ രണ്ട് സൈഡിലുണ്ട്. കണ്ട, എനിക്ക് റിവർ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയാണത്. നല്ല ക്ലിയർ വാട്ടർ. ഞാൻ ഓരോരുത്തരുടെ വ്ളോഗ് കാണുമ്പോൾ ഇവിടെ വരണം എന്ന് ആഗ്രഹിച്ചായിരുന്നു. മതി 45 മിനിറ്റ്സിൻ്റെ ബോട്ടിംഗാണ് നമ്മൾ എടുക്കാൻ പോണത്. അയ്യോ, അവിടെയൊക്കെ ക്യാമ്പ്സ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണാനുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ 1200 ബോട്ടിംഗ് എടുത്തിട്ടുണ്ട് 1 ഹവറിന്. അങ്ങനെയാകുമ്പോൾ ഐലൻഡിലൊക്കെ നമുക്ക് നിർത്തിയിട്ട് ഓരോ സ്ഥലങ്ങൾ കാണിക്കുമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ്. ഇവിടെ കുറേ ചെറിയ പട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. ചെറുതല്ല, വലിയ പട്ടിയാണ്. ഹായ്, എനിക്ക് ആ സൈഡിൽ കാണുന്ന പാറകൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. നമ്മൾ ഈ ബോട്ടിൽ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ ബൈക്ക് റെൻറ്റിനെടുത്ത സ്ഥലത്ത് ഒരു ചേട്ടൻ പറഞ്ഞായിരുന്നു, ദൗക്കിലൂടെ പോകുമ്പോൾ മൊബൈൽ സൂക്ഷിക്കണം. കാരണം വെള്ളത്തിൽ പോയിട്ട് കുറേ ആൾക്കാരുടെ മൊബൈൽ പിന്നെ തിരിച്ച് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് മൊബൈൽ പിടിക്കണമെന്ന്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങോട്ടാണോ പോണത് എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇങ്ങനെ വേറെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ പോകണ്ടേ. വാട്ടർ നോക്കിയേ, അടിപൊളിയാണ്. ഇതെന്തുകൊണ്ടായിരിക്കും വാട്ടറിന് ഗ്രീൻ കളറ്? ക്ലീൻ ആയോണ്ടോ? അപ്പൊ ഡെപ്ത് കൂടുമ്പോ കളർ ഡാർക്ക് ആവും. അങ്ങനെയാണോ? അപ്പൊ ഇത് ഡെപ്ത് കൂടുതലാണോ കുറവാണോ? അപ്പൊ കടലില് ഡെപ്ത് കൂടുതലാണല്ലോ, പച്ച കളറല്ലല്ലോ, അതെന്തുകൊണ്ടാ? വെറുതെ തള്ളി വിടാണ്. എനിക്കറിയില്ല, എനിക്കിതിന്റെ സയൻസ് അറിയില്ല. ഓക്കെ, മതി. ഇനി പിന്നെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ബംഗ്ലാദേശ് ബോർഡറിലോട്ടാണ് പോണത്. അവിടെ കണ്ട ഒരു ഫ്ലാഗ് നിങ്ങൾക്ക് കാണാനുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ഫ്ലാഗ്, അത് ബംഗ്ലാദേശിൻ്റെ ഫ്ലാഗാണേ. അവിടെ ബംഗ്ലാദേശ്, ഇവിടെ ഇന്ത്യ, അങ്ങനെയാണേ. ഇവിടെ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഒന്നും ചെറിയൊരു പേടിയുണ്ട്. എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ. ഇതാണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട്. ഇവന് നീന്താൻ അറിയാം. ഇവൻ നീന്തി രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ റിവറിന് എത്ര ഡെപ്ത് ഉണ്ടെന്നാ കുട്ടി പറഞ്ഞേ? മഴക്കാലത്ത്, അതായത് റെയിനി സീസണിൽ 100 അടി വരെ ഡെപ്ത്. ആ കാണുന്ന പാറയുടെ മുകളിൽ വരെയൊക്കെ ഉണ്ടാവും. 100 അടി വരെ ഡെപ്ത് മഴക്കാലത്ത് ഉണ്ടാവും. പക്ഷെ അപ്പോൾ ബോട്ടിങ് ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ അന്നേരം മഴക്കാലത്തുള്ള സമയത്ത് ഈ റിവറൊക്കെ ക്ലീൻ ആയിരിക്കില്ല. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിത്തട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ വല്ലാതെ അടിത്തട്ട് കാണിക്കുന്നില്ല, എൻ്റെ ഫോൺ ചാടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ 30 അടിയാണ് ഡെപ്ത് ഉള്ളത്. 30 അടി ഡെപ്ത് പോലും നമുക്കിത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ ടെന്റ് അടിച്ചിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ക്യാമ്പിംഗ് ആണ്. രാത്രി നമുക്ക് പൈസ കൊടുത്തിട്ട് അവിടെ ടെന്റ് അടിക്കാം. അതാണ് ഐലൻഡ്. നമ്മൾ അവിടെയാണ് ഇപ്പൊ ഇറങ്ങാൻ പോണത് തോന്നുന്നു, അല്ലേ? അതൊരു ഐലൻഡിന്റെ ലുക്കൊന്നും ഇല്ല, വലിയ ഭംഗിയൊന്നുമില്ല. വന്ന സമയത്ത്, ഞാനും ആദർശം വന്ന സമയത്ത്
അത് കിടന്ന് ലുക്കായിരുന്നു. അങ്ങനെ ഉരുണ്ട കല്ലുകളുള്ള കുറേ എന്താ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി എന്താ നടക്കുന്നത് അവിടെ? എന്തോ നടക്കുന്നുണ്ടേ. സംഭവം നല്ല രസമുണ്ട്. ക്ലിയർ ആയിട്ടുള്ള ആ കല്ലുകളൊക്കെ കാണാണ്ട് നമുക്ക്. നമ്മൾ ഐലൻഡിലെത്തി. അടിപൊളിയായിട്ടാണ് അത് പാർക്ക് ചെയ്തത്. ഈ പയ്യൻ അടിപൊളിയായിട്ട് അത് തിരിച്ചു. കറക്റ്റ് ആ സ്പോട്ടിൽ കൂടെ നമ്മളെ പാർക്ക് ചെയ്തു. കണ്ട, അപ്പുറത്തൊരു തോണി ഇപ്പുറത്തൊരു തോണി, അതിൻ്റെ ഇടയിൽ നമ്മളെ തോണി. ഇനി എനിക്ക് ഇറങ്ങണമെങ്കിൽ ഞാൻ വീഡിയോ എടുത്താൽ ശരിയാവില്ല. അങ്ങനെ നമ്മൾ ഐലൻഡിൽ ഇറങ്ങി. എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയാനില്ല അത്ര. ഓക്കെ, എന്താ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്? നമുക്ക് 2 ഫോട്ടോ എടുത്തരാൻ പറയാം പയ്യനോട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ. നമ്മൾ ഐലൻഡിൽ ഇറങ്ങി. ഇവിടെ ഒരു പയ്യൻ DSLR ഫോട്ടോ എടുത്തരാന്ന് പറയുന്നുണ്ട്. സോഫ്റ്റ് കോപ്പി മാത്രമേ കിട്ടുള്ളൂ. നമ്മളങ്ങനെ ഐലൻഡിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് ഇതിൽ കയറി നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇവിടെ വൈബ് ഫാമിലി ഉണ്ട് കേട്ടോ. ആ തോണി വരുന്ന ഫാമിലി ഉണ്ടല്ലോ, അവർ പാട്ടൊക്കെ പാടിയിട്ട് വരുന്ന ഒരു ഹസ്ബൻഡും വൈഫുമാണ് അതിലുള്ളത്. കുറേ ആൾക്കാർ. നല്ല ക്ലീൻ വാട്ടറാണ്. നമ്മളിനി അവിടെ ഇറങ്ങിയിട്ട് നമുക്കിനി ബംഗ്ലാദേശ് ബോർഡർ കൂടി പോകണം. എന്താ നോക്കിയിരിക്കണത്? അവരാ പാട്ട് പാടി ആസ്വദിച്ച് വരികയാണ്. ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള കപ്പിൾസാണ്. അവരെ കയ്യിൽ പഴമൊക്കെ ഇരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ശ്രദ്ധിച്ചത് ഗൈസ്. കഴിക്കണ സാധനങ്ങൾ കുറേ അവരെ കയ്യിലുണ്ടായിരുന്നു. ഇനി നമ്മളവിടെ എത്തിയിട്ട് കാണാം. ഞാൻ ഉദ്ദേശിച്ച ദൗക്കി ഇത് തന്നെയാണ്. ഞാൻ വ്ളോഗ് കണ്ടപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ എനിക്ക് വരണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച സാധനമൊക്കെ ഞാൻ കണ്ടു. വാട്ടർ ഒരു അതെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ ക്ലൈമറ്റും നല്ല ക്ലൈമറ്റാണ്. ടാൻ അടിക്കുമോ എനിക്കറിയില്ല, പക്ഷെ നമുക്ക് അത്ര ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ല. ടാൻ അടിച്ചാലും കുഴപ്പമില്ല, വർത്താണ്. എന്താണ് ദൗക്കി യാത്രയെ പറ്റിയുള്ള എക്സ്പീരിയൻസ്? എന്താ ഇതുവരെ അവസാനം ഞാൻ പറയാം. അല്ല, 70 കിലോമീറ്റർ 75 കിലോമീറ്റർ 75 കിലോമീറ്റർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വ്ളോഗ് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ ബൈക്കിൽ വരുന്നത്. ഇവന്റെ ഓടിക്കല് അച്ഛന്റെ വണ്ടി ഓടിക്കലിനേക്കാളും കഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതെന്താ കഷ്ടം? 25 km/h അവൻ ഓടിച്ചിരുന്നത്. അത് നിന്നെ സേഫ് ആയിട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ഉത്തരവാദിത്തമല്ല. സേഫ് ആയിട്ട് കൊണ്ടുപോകാനാണെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഓടിക്കല്? എന്തിനാ നമ്മൾ അനാവശ്യമായിട്ട്? ഞാൻ ഓടിക്കാന്ന് സമ്മതിച്ചില്ല. നീ റാഷ് ഡ്രൈവർ അല്ലേ, അതുകൊണ്ട് തരാം. ഡ്രൈവർ അല്ല, എന്റെ ഒപ്പം ഇരുന്ന ഒരാളും അത് പറഞ്ഞിട്ടില്ല ഇതുവരെ. തിരിച്ചു പോകുമ്പോ ഞാൻ കുറച്ചെങ്കിലും ഞാൻ ഓടിക്കും. ഇല്ല അത് ഞാൻ കൊടുക്കുന്നതല്ല. ലോക്കൽസ് ആണെന്ന് തോന്നുന്നു. ചൂണ്ടയിട്ട് എന്താ ദൗക്കിലെ ഫിഷ് ഫേമസ് ആണെന്ന്. ഓക്കെ, അവർ മീൻ പിടിക്കുകയാണ്. പക്ഷെ അതിൽ മീനൊന്നും കിട്ടണില്ലല്ലോ. ഒരു ചേച്ചിയാണ്, ഒരു അമ്മൂമ്മയാണ്. ഓക്കെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ തിരിച്ചെത്തിയിരിക്കുന്നു. നമ്മൾ ഇറങ്ങിയിട്ട് 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല, കാരണം നല്ലതായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. നമ്മൾ ദൗക്കിന്ന് പോവാണ്. നമുക്ക് വേഗം പോവാം, അധികം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യണ്ട. വേഗം പോവാം. നമ്മൾ ബോട്ട് കയറിയ പോയിന്റിൽ നിന്ന് 1 കിലോമീറ്ററാണ് ബംഗ്ലാദേശി ബോർഡറിലോട്ടുള്ളത്. നമ്മളിനി ഒരു പാലം ക്രോസ് ചെയ്യുന്നതാണ് തോന്നുന്നത്. നമുക്ക് പോയി നോക്കാം. ഇതാണ് പാലം.
നമ്മൾ ആ പാലം കയറുന്ന സമയത്ത് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്ന് എഴുതിയോണ്ട് നമുക്ക് വീഡിയോ ഓഫ് ചെയ്യേണ്ടി വന്നു. നമ്മൾ പാലം കയറി ഇറങ്ങി എവിടെയോ എത്തിയിട്ടുണ്ട്. ഇതാണോ ബംഗ്ലാദേശ് ബോർഡർ എന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിനക്കും വല്ല ഐഡിയ ഉണ്ട്? അവനും ഒരു ഐഡിയ ഇല്ല. ബോർഡറൊന്നും കാണാനില്ല. ഒരു വില്ലേജ് തന്നെയാണിത്. ബംഗ്ലാദേശ് ബോർഡർ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ബംഗ്ലാദേശ് ബോർഡർ കഴിയാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കറിയില്ല. ഇവിടെയൊക്കെ മേഘാലയ രജിസ്ട്രേഷൻ വണ്ടികളാണ്. അപ്പം എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശ് എത്തിയിട്ടില്ല. കണ്ട എനിക്ക് കുറച്ച് ചേച്ചിമാരെ കണ്ടില്ലേ? ഒരു ചേച്ചി ഒരു കുട്ടി. കുറച്ചും കൂടി പോയ റൈറ്റ് സൈഡിലാണെന്നാണ് അവിടെ കണ്ട ഒരു വയ്യ പറഞ്ഞത്. നിറയെ പൊടിയാണ്. ഈ ബോർഡർ എന്ന് പറയുന്നത് അതിന് മാത്രം കാണാനൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഈ കഷ്ടപ്പാട് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബോർഡർ കാണാൻ വന്നിട്ട് നമ്മളേതോ പാറക്കെട്ടുകൾക്കിടയിലൂടെ കോറിയാണെന്ന് തോന്നുന്നു. എങ്ങോട്ടോ പോകുന്നുണ്ട്. നമ്മളവിടെ ഒരു പോലീസുകാരോട് ചോദിച്ചു. അപ്പം 100 മീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ബോർഡറായി എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ ലോറികളൊക്കെ ബോർഡർ കടക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ലോറികളാണ്. എനിക്ക് ബോർഡർ കാണണ്ട. ഈ ലോറിയുടെ ഒക്കെ ബാക്കിൽ നടന്നു പോയാലോ? ബോർഡർ കാണാൻ വേണ്ടി നടക്കാമെന്നാണ് ഇവൻ പറയുന്നത്. ഈ ആത്മാർത്ഥത ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, എങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് നടന്നു പോവാം. പെട്രോൾ പമ്പിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബോർഡർ കാണാൻ നടക്കുകയാണ്. മേഘാലയയിൽ നിന്ന് ബംഗ്ലാദേശിലോട്ട് പോകുന്ന ലോറികളാണിത്. ആ ലോറിക്കകത്തൊക്കെ ആൾക്കാരുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈശ്വര, കുറച്ചധികം നടക്കാനുണ്ട്. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. എന്താ ഇവിടെ 2 പോലീസുകാർ നിൽക്കുന്നുണ്ട്. ഇവിടെ ഫുൾ ബ്ലോക്കാണ്. നോ ടൂറിസ്റ്റ് വെഹിക്കിൾ ബിയോണ്ട് ദിസ് പോയിന്റ് അങ്ങനെ എഴുതിയിട്ടുണ്ട്. യെസ് ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ബോർഡർ. കൊള്ളാം. ഫോട്ടോ നിന്റെ ഫോണിലെടുത്തോളൂ. ഇതെൻ്റെ വ്ളോഗാണ്. ഇങ്ങനെയാണ് അപ്പോൾ ബോർഡർ. കുറച്ചുകൂടി അങ്ങോട്ട് നടക്കാൻ പറ്റുമോ നോക്കാം. ആ പോലീസുകാർ നമ്മളോട് ഹെൽമെറ്റ് ഇവിടെ വെക്കാൻ പറഞ്ഞു. നമുക്ക് അവിടേക്ക് നടക്കും. അങ്ങനെ നമ്മൾ അകത്തോട്ട് പോയി നോക്കാം. ഇതാണ് ബംഗ്ലാദേശി ബോർഡർ. വെൽക്കം ടു ബംഗ്ലാദേശ്. തമ്പിൽ ലാൻഡ് കസ്റ്റം സ്റ്റേഷൻ. ബോർഡർ ഓഫ് ബംഗ്ലാദേശ്. ഈ യെല്ലോ പില്ലർ വരെയാണ് നമുക്ക് പോകാൻ പാടുള്ളൂ. അപ്പുറത്തോട്ട് പോകാൻ പാടില്ല എന്നാണ് ആ പോലീസുകാരൻ പറഞ്ഞത്. നിങ്ങൾ കാണുന്നുണ്ടോ ആൾക്കാരെ?
അവർ ബംഗ്ലാദേശീസാണ്. അവർക്ക് ഈ പില്ലറിൻ്റെ പുറത്തോട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. നമ്മളിവിടെ നിന്ന് അവരുടെ ഫോട്ടോ എടുക്കുന്നു. അല്ല, അവരുടെ വെൽക്കം ടു ബംഗ്ലാദേശ് എന്നുള്ള ഫോട്ടോ എടുക്കുന്നു. ഓക്കെ, മതി, കഴിഞ്ഞു. നമ്മളങ്ങനെ ബോർഡർ കണ്ടു. നമ്മളാണ് അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ചീത്ത കിട്ടു. ഞങ്ങൾ ഈ ഹാൻഡ് ബാഗ് അവിടെ വെച്ചില്ല. അപ്പോൾ ആ പോലീസുകാരൻ ഞങ്ങളെ ചീത്ത പറഞ്ഞു. ഹെൽമെറ്റ് മാത്രമല്ല ഹാൻഡ് ബാഗും അവിടെ വെക്കണം എന്നാണ് പറഞ്ഞതെന്ന്. എന്താ തോന്നിയത്? ഒന്നും തോന്നിയില്ല. ചെറിയൊരു വിഷമല്ലേ? എന്തിനാ വിഷമം? നമ്മൾ അങ്ങനെ ബംഗ്ലാദേശി ബോർഡർ കണ്ടിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്ന വഴിയല്ല, വേറെ വഴിയാണ് റിട്ടേൺ പോകുന്നത്. ഷിലോങ്ങിലോട്ട് ജോവായി വഴിയാണ് റിട്ടേൺ പോകുന്നത്. അവിടെ പണി നടക്കുന്നുണ്ട്. ഇത് ആ റോഡിനേക്കാളും 20 കിലോമീറ്റർ കൂടുതലാണെങ്കിലും ഏകദേശം ഒരേ ടൈമാണ് കാണിക്കുന്നത്. പിന്നെ റോഡ് നല്ലതാണ്. അധികം ആളും മനുഷ്യനൊന്നും ഇല്ലാത്ത റോഡാണ്. വെളിച്ചത്ത് നമുക്ക് അത്ര പേടി തോന്നില്ല. ഇരുട്ടാണെങ്കിൽ ചിലപ്പോൾ പേടി തോന്നുമായിരിക്കും. നല്ല സ്ഥലം. ഈ റൂട്ടിലും ഗ്രാമങ്ങൾ ആദ്യം നമ്മളൊന്നും കണ്ടില്ലാന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതാ നിറയെ വീടുകളൊക്കെ ഉള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മളൊരു ഗവൺമെൻറ്റൊക്കെ കണ്ടായിരുന്നു. നിങ്ങൾക്കിത് എത്ര ഭംഗിയിൽ കാണാൻ പറ്റും എനിക്ക് അറിഞ്ഞൂടാ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു വില്ലേജിൽ വായിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ഉണങ്ങിയ പാടങ്ങളാണ്. എന്ത് കൃഷിയാണെന്ന് എനിക്കറിയില്ല. ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല വീടുകളാണ്. കളർഫുൾ വീടുകളാണ്. നമ്മൾ തിരിച്ച് ഇരുട്ടാവുന്നതിന് മുമ്പ് ഷിലോങ് എത്താന്നുള്ള ഉദ്ദേശത്തിൽ ഇവിടെ നിർത്താതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു 57 കിലോമീറ്റേഴ്സ് കൂടി ഉണ്ട്. ഇത്രയും കൂടി അടുത്തെത്തിക്കഴിഞ്ഞാൽ നല്ല ഹോട്ടൽസ് കാണുകയാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാം. അങ്ങനെ നമ്മൾ ഒരു ധാബയിലേക്ക് വരികയാണ്. എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലേ? സോറി, അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? വി ഡോണ്ട് സെർവ് ഔട്ട് എന്നാണല്ലേ. വിശക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് കയറാം. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു. വേറെ നോക്കാം. ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ആസാം ബസ്. In 200 meters, turn right onto National Highway 206. നോക്കി നോക്കാം. ഫുഡ് മെനു കാണിച്ചു തരുന്നുണ്ട്. നോക്കി നോക്കാം. വെജ് താലി, മട്ടൺ താലി, ചിക്കൻ താലി, കറി, എഗ് ഓംലെറ്റ് കുട്ടി. അവിടെ നൂഡിൽസ് കിട്ടിയില്ല. ചിക്കൻ ചോദിച്ചപ്പോൾ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാൻ. എന്താണ് പറഞ്ഞത്? നൂഡിൽസ് കിട്ടാത്തതുകൊണ്ട് തിരിച്ചു പോകാൻ. ഗൈസ്, ഇപ്പോൾ സമയം ഒരു 3:40 ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലൊരു 6 മണി. സമയത്തിൻ്റെ അത്രയും വില്ലേജിൽ നമ്മളൊരു കഫേ കണ്ടു. അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. പോയി നോക്കാം. നല്ല സ്പീഡിലാണ് കാറുകൾ വരുന്നത്. നല്ല
ഇതിനകത്ത് എന്താ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ആളും മനുഷ്യനൊന്നും കാണാനില്ല കേട്ടോ. അവൻ പോയി ചോദിച്ചിട്ട് വരട്ടെ. നോക്കിയിട്ട് പറയാം. അങ്ങനെ നമ്മൾ രാവിലത്തെ ഫുഡിന് ശേഷം ഇപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. ആ മുഖത്തെ സന്തോഷം ഒന്ന് കാണിച്ചേ. ഇതാ ഒരു ഫ്രൈഡ് റൈസും എന്താണത്, അങ്ങനെ ഒരു സാധനമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. 2 കോഫി ഉണ്ട്, കുറേ മുളകുണ്ട്, സവാളയുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാം. അതിൻ്റെ അഭിപ്രായം പിന്നെ പറയാട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു. വീഡിയോ ഒന്നും എടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റിയില്ല. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഇതുവരെ കഴിച്ച ഫുഡുകളൊക്കെ ഒരു മിനിമം ക്വാളിറ്റി ഉള്ള ഫുഡുകളായിരുന്നു. ഒരു ഫുഡും ചീത്താന്ന് പറയാൻ പറ്റില്ല, എല്ലാം നല്ലതായിരുന്നു. ഇന്നിപ്പോൾ കഴിച്ചതും നല്ലതായിരുന്നു. നമുക്കിനി 30 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇനി അവിടെ ഫുഡ് കാണാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ സമയം 5:27 ആയപ്പോഴേക്കും കണ്ടില്ലേ ഇരുട്ടായി. നമ്മളിവിടെ റൂമിലെത്തിയിട്ടുണ്ട്. നമ്മളെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ റൂമിലെത്തി. ഇനി അകത്ത് കയറിയിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ. ഗൈസ്, നമ്മൾ രാത്രി ഇറങ്ങുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടില്ലേ ഒരു ഇക്കയും ഇത്താത്തയും കുട്ടികളും അവരെ വീട്ടിലേക്ക് ഇന്ന് രാത്രി നമ്മളെ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. നമ്മൾ വേണ്ടാന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇത്താത്ത ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ പോയിട്ട് വരാം. അപ്പം അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലൊക്കെ പോയി നല്ല അടിപൊളി മന്തിയൊക്കെ കഴിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് വ്ളോഗൊന്നും എടുത്തില്ല. ആർമി റൂമായതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രൈവസി റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുക്കാഞ്ഞത്. നമ്മൾ നുവാ ബേബീനെയും ദുവേനെയൊക്കെ കണ്ടായിരുന്നു. അവരെ ചാടി ഓടി കളിക്കുന്നുണ്ട്. നാളെ ഇനി നമ്മൾ വീണ്ടും നാളെ ഇവിടെ നമ്മൾ ഈ റൂം വെക്കേറ്റ് ചെയ്യാണ്. എന്നിട്ട് മറ്റന്നാൾ വീണ്ടും നൈറ്റ് ഇവിടെ വന്ന് നമ്മൾ നിൽക്കും. നാളെ നമ്മൾ ചിറാപ്പുഞ്ചി പോയി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സാധനങ്ങൾ കുറച്ച് അവിടെ ഇക്കാടെ റൂം കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നൈറ്റ് 9 മണി ആയിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.